നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുപ്പമഞ്ഞൾ എന്ന സസ്യത്തിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ബിക്സ ഓർനെല്ല എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. മലബാർ ഭാഗത്ത് ഇതിനെ കുപ്പമഞ്ഞളെന്നും തിരുവിതാംകൂർ പ്രദേശത്ത് ഇതിനെ കുരങ്ങു മൈലാഞ്ചിയും എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കേരളത്തിൽ അങ്ങിങ്ങായി കാണപ്പെടുന്ന ഈ സസ്യം ഏകദേശം 7 അടിയോളം ഉയരത്തിൽ വളരുന്നു. ഇതൊരു നിത്യഹരിത വൃക്ഷമാണ്. കേരളത്തിൽ അങ്ങിങ്ങായി കാണപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ വിത്തിൽ നിന്നും ഒരുതരം മഞ്ഞ ചായം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ലിപ്സ്റ്റിക് ട്രീ എന്നും അന്നാട്ടോ എന്നുമെല്ലാമാണ് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. നല്ല ഉറപ്പുള്ള ഈ വൃക്ഷത്തിൻ്റെ തടിയിൽ നിന്നും ധാരാളം ശാഖോപശാഖകൾ ഉണ്ടാകുന്നു. ഇതിൻ്റെ ഇലകൾക്ക് വളരെയധികം നീളവും വീതിയുമുണ്ട്. ഏകദേശം 15 സെൻറ്റിമീറ്ററോളം നീളവും 7 സെൻറ്റിമീറ്ററോളം വീതിയും വരുന്ന ഇലകൾക്ക് ഹൃദയാകാരമാണ്. കടും പച്ചനിറത്തിലുള്ള ഇലകൾ മൃദുവും ചർമ്മിലവുമാണ്. ഇതിൽ ഞരമ്പുകൾ വളരെയധികം തെളിഞ്ഞു കാണപ്പെടുന്നു. ഇതിൻ്റെ അഗ്രഭാഗം കൂർത്തിരിക്കുന്നു. ഇരുവശവും തരംഗിതവുമാണ്. ഒന്നിടവിട്ടാണ് ഈ സസ്യത്തിൻ്റെ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മെയ് മാസം അവസാനത്തോടെയാണ് ഈ സസ്യത്തിൻ്റെ പൂക്കാലം. ശാഖാഗ്രത്തിൽ കുലകളായി വലിയ പൂക്കൾ ഉണ്ടാകുമെങ്കിലും ഇതിനെ ഒരു ഉദ്യാന സസ്യമായി കണക്കാക്കാറില്ല. കാരണം പൂ വിരിഞ്ഞ് ഏകദേശം 6-7 മണിക്കൂറിനുള്ളിൽ അത് വാടി അനാകർഷകമാകുമെന്നതാണ് അതിൻ്റെ കാരണം. പർപ്പിൾ നിറമുള്ള പൂവിന് 5 ഇതളുകളാണ്. ഇതിൻ്റെ പൂക്കൾക്ക് ധാരാളം കേസരങ്ങളുണ്ട്. റംബൂട്ടാനോട് സാദൃശ്യമുള്ളതാണ് ഈ സസ്യത്തിൻ്റെ കായ്കൾ. ഇത് പരന്ന ത്രികോണാകൃതിയിലാണ്. ബലമുള്ള കായകളെ പൊതിഞ്ഞ് പുറത്ത് ബലമുള്ള ചുവന്ന നാരുകൾ കാണപ്പെടുന്നു. ഇത് ഉണങ്ങിയാൽ പൊട്ടിപ്പിളരും. അതിനുള്ളിൽ ഓറഞ്ച് നിറത്തിലുള്ള വിത്തുകൾ അടങ്ങിയിരിക്കുന്നു. വിത്തിൻ്റെ ഒരു ഭാഗം വെളുത്തിരിക്കുകയും ചെയ്യും. കുപ്പമഞ്ഞൾ കൃഷി വളരെ ലാഭകരമാണ്. എന്നാൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി കൂടുതലായി പഠനങ്ങൾ നടക്കാത്തതുകൊണ്ട് ഇത് വിപണിയിലെത്തുന്നില്ല. ഇതിൻ്റെ 5 ടീസ്പൂൺ തൈലത്തിൽ നിന്നും ഏകദേശം 108 കിലോ കലോറി വരെ ഊർജ്ജം ലഭിക്കുന്നു. കൂടാതെ ഇതിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻ സി, അതുകൂടാതെ കാൽഷ്യം എന്നിവയെല്ലാം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. രക്തസ്തംഭനം, വ്രണരോപണം, ജ്വരഹരം എന്നിവയെല്ലാം ഈ സസ്യത്തിൻ്റെ പ്രധാന ഔഷധ ഗുണങ്ങളാണ്. കൂടാതെ പ്രമേഹത്തിലും ഇത് ധാരാളമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. കുപ്പമഞ്ഞളിൻ്റെ കൂടുതലായിട്ടുള്ള ഔഷധ ഗുണങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഈ കുപ്പമഞ്ഞൾ അല്ലെങ്കിൽ ഇതിന് കുരങ്ങി മഞ്ഞൾ എന്നൊക്കെ പറയും. ഈ കുപ്പമഞ്ഞളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷചികിത്സയിൽ ഉപയോഗിക്കുന്നതാണ്. ഈ പാമ്പ് വിഷത്തിന് അത് നസ്യത്തിനും അകത്തേക്കും കൊടുക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പൾപ്പുണ്ട്. ആ പൾപ്പ് ഈ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അതിന് മുകളിൽ തേച്ച് കഴിഞ്ഞാൽ പാടുപോലും ഉണ്ടാവില്ല. അതുപോലെ ഈ വ്രണങ്ങളിൽ ഇതിൻ്റെ ഇല എടുത്തിട്ട് നീരെടുത്തിട്ട് തേച്ച് കഴിഞ്ഞാൽ വ്രണം പെട്ടെന്ന് ഉണങ്ങും. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഈ മൂക്ക് വല്ലാണ്ട് അടച്ചിരിക്കുന്നത് ക്രോണിക് സൈനസൈറ്റീസ് എന്ന് പറയും. മൂക്ക് തുറക്കണില്ല. ഇതിൻ്റെ ഈ ഇലയുടെ നീരെടുത്ത് 2 തുള്ളി നസ്യം ചെയ്ത് കഴിഞ്ഞാൽ കുറേ കഫമൊക്കെ പുറത്തേക്ക് പോയി ഈ മൂക്ക് തുറക്കും. പിന്നെ ഈ തലവേദന ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഇല അരച്ച് നെറ്റിയിലിട്ട് കഴിഞ്ഞാൽ തലവേദന കുറയും.